മറ്റൊരു എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും അതും എൻ്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തങ്കച്ചനെ അന്ന് ഞാനത് നാറിയെന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അത് നാറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അത് ഇത്ര വലിയ തെറിയാണോ? ശരിക്കും രേണു ഈ എന്തോ ചാറ്റൊക്കെ പുറത്തു വിടുന്നു പറഞ്ഞാൽ അത് കാരണം പേടിച്ചിട്ടാണ് ഇപ്പോൾ സോറി പറയുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ 2-3 ദിവസങ്ങളുടെ ഇടയ്ക്ക് കുറേ കണ്ടന്റുകൾ ഇങ്ങനെ വന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വിഷയങ്ങളും നമുക്ക് പുറകെ ചെയ്യാം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് രേണുസു. അപ്പം ഈ കിച്ചുവിൻ്റെ കാര്യം നമുക്ക് ഇവിടെ ആദ്യം സംസാരിക്കാം. ഞാൻ വീഡിയോ ക്ലിപ്പോ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വെക്കുന്നില്ല. കിച്ചു റീസെൻ്റ് ആയിട്ട് ഒരു ലൈവിൽ വന്നിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് അതുൽ ബോക്സ് അതിലേട്ടനൊക്കെ എതിരെയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്ന വിഷയങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിന് മുമ്പേ കിച്ചുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇല്ലാതെ രേണു അമ്മേനെ പോലെ നീ ആവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പം രേണുസുതി ഇവനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞിട്ട് കിച്ചുവിന് നല്ല നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ കുറച്ച് കമന്റ്സ് ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം. ഈ രീതിയിലാണ് കിച്ചുവിൻ്റെ കാര്യങ്ങൾ പൊക്കോണ്ടിരുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഉണ്ണി വ്ളോഗ്സ് പേളിമണി ആ ഒരു വിഷയം ചെയ്തപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞിരുന്നു സെപ്പറേറ്റ് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഈ കിച്ചുവിൻ്റെ കാര്യം എന്നുള്ളത്. അതായത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ ഒരു വാത്സല്യവും സ്നേഹമൊക്കെ കാണിച്ചേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ഓരോ വളർച്ചയിലും ആളുകൾ അത്ര ഇഷ്ടപ്പെടുകയും പിന്നീട് ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കണ്ടേക്കുന്ന ആൾക്കാർ അവൻ്റെ ഒരു മുഖഭാവം മാറുമ്പോൾ അവൻ ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ പോലും വലിയ തെറ്റ് ചെയ്തതുപോലെയും വലിയൊരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ മഹാ അപരാധിയായിട്ട് ആളുകൾക്ക് തോന്നുകയും അങ്ങനെ ഒരു രീതിയിൽ അത്രയും നെഗ് രീതിയിലോട്ട് കാര്യങ്ങൾ പോവുകയും ആളുകൾ അവന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലോട്ട് അതൊരു വേസ്റ്റ് ഫേസ് ആണ്. ഓക്കെ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വളർച്ചകൾ ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് കുട്ടിക്കാലം മുതൽ നമ്മളിങ്ങനെ വളർന്നു വരുന്ന ആ ഒരു ഫേസ് കാണിക്കുമ്പോൾ ആളുകൾക്കിടയിലോട്ട് തൻ്റെ അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം കണ്ടിരിക്കുന്ന ഓഡിയൻസിന് വരുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന് പിന്നെ ഒരു കാര്യമുണ്ട്. കിച്ചു അവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് അതുപോലത്തെയാണ്. അത് പിന്നെ കിച്ചുവിന് ആൾക്കാർ എന്താണെങ്കിലും പറയും. ഓക്കെ, ഇത് കിച്ചുവിൻ്റെ ഇപ്പം എനിക്ക് 24 വയസ്സുള്ള എന്നെക്കാട്ടി 3-4 വയസ്സ് ഇളയതെങ്ങാണ്ടാണ് കിച്ചു. അപ്പം കിച്ചു ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പ്രായത്തിൻ്റെ ഒക്കെ ഒരു തിളപ്പാണ്. ഈ തിളപ്പ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു തിളപ്പിൻ്റെ പുറത്താണ് ഇപ്പം കിച്ചു ഈ ഒരു കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇതൊരിക്കലും ഉപദേശമായിട്ട് കാണണ്ട കിച്ചു. ഒരു നല്ലൊരു സുഹൃത്ത് എന്നുള്ള നിലയിൽ പറയാണ്, ഈ നമുക്ക് ഈ തോന്നുന്ന ഈ ഒരു തിളപ്പും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കണം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ യങ് ബ്ലഡ് ആണ്. ഈ ബ്ലഡ് കൃത്യമായിട്ടൊരു വേയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം വരുന്ന ആ നെഗ് പോലും മാറിയിട്ട് നല്ലൊരു രീതിയിൽ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനെ അങ്ങനെ ഉപയോഗിക്കേണ്ട തരത്തിലാണ്. ഇപ്പം നമ്മളൊക്കെ വീഡിയോ ക്രിയേഷനിലോട്ടൊക്കെ വന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി പണിയെടുത്ത് വന്നേക്കുന്നൊരു വേ ആണ് ഇവിടെ. പക്ഷെ നിനക്കൊക്കെ ഓൾറെഡി ഈ പറയുന്ന അക്സെപ്റ്റൻസും വിസിബിലിറ്റി ആളുകൾക്കിടയിൽ ഉണ്ടായിട്ട് അങ്ങനെ വന്നേക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അത് നീ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിനക്ക് നല്ലതായിരിക്കും. പിന്നെ കൂട്ടുകാർ അവർ അതിൻ്റെ ഇടയ്ക്ക് അതും ഇതുമൊക്കെ പറയും. ഓക്കെ, അതൊന്നും അല്ല, നീ ചിന്തിക്കണം. ഓക്കെ, ഇനി രേണുസുതിയിലോട്ട് വരുമ്പോഴത്തേക്കിന് രേണുസുതിയുടെ റിലേറ്റഡ് ആയിട്ടൊരു പോസ്റ്റ് ഏഷ്യാനെറ്റ് ന്യൂസ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇക്കയും ഞാൻ നല്ല സൗഹൃദത്തിലായിരുന്നു. മെസ്സേജ് അയച്ചിട്ടുണ്ട് രേണുസുതി. ഇക്ക മറന്നാലും ഞാൻ ആ മെസ്സേജ് ഒന്നും മറക്കില്ല. തന്നെ തെറി വിളിച്ച ഫിറോസിന് രേണുവിൻ്റെ മറുപടി. ആൻഡ് രേണു ആ ഇട്ടേക്കുന്ന പ്രസ്തുത വീഡിയോ ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം. അതെ, KHDC ഫിറോസിക്ക. ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടല്ലോ, എൻ്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ നാണമുണ്ടോ തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റ ആയത്? ഓർമ്മയുണ്ടോയെന്നറിയില്ല. നമ്മൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക മറന്നാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി എൻ്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണമുണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എൻ്റെ സംസ്കാരം. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇതിനെ വേണമെങ്കിൽ ആളുകൾക്ക് നമ്മുടെ നാഗസേനേന്ദ്ര പറഞ്ഞ പോലെ ബൗസാമി എത്ര മനോഹരമായിട്ടുള്ള ദിനങ്ങളായിരുന്നു അത്, നമ്മൾ ഒരുമിച്ച് നൃത്തം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ആൾക്കാർക്ക് ആ ഒരു സെൻസിൽ ഇതിനെ കാണാം. ഓക്കെ, അതേപോലെ തന്നെ അതല്ലാതെ ഓക്കെ നമ്മൾ രണ്ട് നല്ല സുഹൃത്തുക്കളല്ലായിരുന്നു, അപ്പോൾ പിന്നീട് നിങ്ങൾ എന്തുകൊണ്ട് ഈ രീതിയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന എന്നുള്ള പെർസ്പെക്റ്റീവിലും വേണമെങ്കിൽ രേണുസുതി പറയുന്ന കാര്യത്തിൽ നമുക്ക് എടുക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഫിറോസിക്ക പലപ്പോഴും ഒന്ന് അങ്ങോട്ടും ചാഞ്ചാടി ഇങ്ങോട്ടും ചാഞ്ചാടി ആ രീതിയിൽ പലപ്പോഴും ഫിറോസിക്ക നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി ഞാൻ പറയുകയാണ്. ഇത് മുമ്പ് ഞാൻ ഓൾറെഡി ഒരിക്കൽ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനൊരു വീഡിയോ ഇട്ടതിനെ തുടർന്നിട്ട് ഫിറോസിക്ക വിവി ബ്രോൻ ആണെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിനകത്തിലെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വോയിസ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. സോഷ്യൽ മീഡിയ അങ്ങനെ കത്തി നിൽക്കല്ലേ രേണുസുതി അതേപോലെ ഫിറോസുമായിട്ടുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കട്ടെ, രേണുസുതി പറഞ്ഞ കാര്യം രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്ന്, നല്ല സൗഹൃദമായിരുന്നു, സൗഹൃദമുള്ള സമയത്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇക്ക മറന്നു കഴിഞ്ഞാൽ ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത്
ആ സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത്. സ്ലാങ് അതിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെയും പറയാം, നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ, അതൊന്നും മറന്നു പോകരുത്. നമ്മളൊരുപാട് ചാറ്റ് ചെയ്തിട്ടില്ലാന്ന്. ഈ ചാറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ചില കാരണം വെച്ചാൽ ഞാൻ ഇവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികമല്ല, ഞാൻ ലൈഫിൽ ഒന്നോ രണ്ടോ തവണയാണ് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചിട്ടുള്ളത്. അത് ഹൗസ് വാമിങ്ങിന് ശേഷമാണ് ഒരിക്കൽ സംസാരിച്ചുള്ളത്. ഒരു പക്ഷേ ഹൗസ് വാമിങ്ങിന് മുമ്പായിരിക്കും ഒരിക്കൽ സംസാരിച്ചത്. ഹൗസ് വാമിങ്ങിന് ശേഷം സംസാരിച്ചത് ഐ തിങ്ക് രേണുമായിട്ടല്ല, രേണുമായിട്ട് സംസാരിച്ചു, രേണുവിൻ്റെ അച്ഛനായിട്ട് സംസാരിച്ചു, പിന്നെ രേണുവായിട്ട് സംസാരിച്ചു. അതൊരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് രേണു അക്സെപ്റ്റ് ചെയ്താണ്. അത് ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ടീം പോയപ്പോൾ 15,000 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് നമ്മളെ കെയർ ഓഫിൽ ഹോം ടൂർ എടുക്കാൻ പോയതാണ്. ആ സമയത്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളിച്ച് ചോദിച്ചു ഞാനത്, അവർക്കൊരു പെർമിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ വേണം, അല്ലാതെ കൊടുക്കാൻ പറ്റാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് 10 ലക്ഷം രൂപ വീടുണ്ടാക്കി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത, നല്ലതെന്ന് പറയാൻ വയ്യ, ഇപ്പോൾ ആൾക്കാരത് ആകെ അലമ്പാക്കിയിട്ടിരിക്കുകയാണ് അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിലെ കംപ്ലൈൻറ്റ് കാരണം. ഓക്കെ, എനിവേ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഹോം ടൂർ എടുക്കാൻ പോയപ്പോൾ 15,000 രൂപ എന്നല്ല വീട്ടിലേക്ക് അവരെ നിങ്ങൾ പറഞ്ഞു തന്ന ആൾക്കാരെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞതിനാണ് രണ്ടാമത് സംസാരിച്ചത്. അതിൻ്റെ മുന്നൊരിക്കൽ സംസാരിച്ചിട്ടുള്ളൂ. കൂടുതലും ഞാൻ ഇവരായിട്ട് വാട്സപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാറ്. അത് പല ഡിസ്കഷൻ ഉണ്ട് അവിടെ. വീടിൻ്റെ അവരുടെ സജഷൻസും നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ ടൈമിൽ പല സ്റ്റേജിലും അവരുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു ഇഷ്ടത്തിന് മാത്രമല്ലല്ലോ വീടുണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. അവരാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ. സംഗതി നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും അവരുടെ താല്പര്യം കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈവൻ ദോ ആ വീടിൻ്റെ പേര് ഇടൽ ന് പോലും ഞാൻ അവരുടെ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ സുധില എന്നുള്ള പേര് ഒരു 4-5 പേർക്ക് അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ഫൈനലായിട്ട് ഇങ്ങനെ സുധിലയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്, അത് വെച്ചോളാൻ പറഞ്ഞു. അല്ല, ഇവർ ആദ്യം ഈ സുധിലയം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീടിന്റെ പേരിട്ടെന്ന് പറഞ്ഞല്ലോ. ഈ റീസെന്റ് ആയിട്ട് ഇവര് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്, എന്താ അവസ്ഥ വിവാദലയം എന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കാണ്. ഈ വിവാദലയം എങ്ങനെയാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ സുധിലയം വിവാദലയമായി മാറിയത്? നിങ്ങൾ തന്നെയല്ലേ ഈ വായി തോന്നുന്ന കോതയ്ക്ക പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ മീഡിയാസിന് മൊത്തം ഓരോന്നൊക്കെ പറഞ്ഞു കൂട്ടിയിട്ട് ഓരോ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി, അവസാനം ബിഗ് ബോസിലും കയറി, അതിനുശേഷം വീണ്ടും പുറത്തിറങ്ങിയിട്ട് വീണ്ടും കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി, ഇതിനെ വീണ്ടും ഒരു വിവാദലയമാക്കി കൊണ്ട് നിർത്തിയത് ആരാണ്? നിങ്ങൾ തന്നെ അല്ലേടി. എന്നിട്ട് പട്ടിപ്പുച്ഛം കാണിച്ചുകൊണ്ട് ആ മനുഷ്യനെ വെച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്നതിൻ്റെ മാക്സിമം ഉണ്ടായിക്കൊണ്ടിരിക്കണം മരിച്ചു പോയി കഴിയുന്ന ആ ഒരു വ്യക്തിനെ പറ്റിയിട്ട്. ഓക്കെ, എന്നിട്ട് മറ്റേ ചിയേഴ്സ് ഒക്കെ അടിച്ചിട്ട് ചിയേഴ്സ് സുജിത് ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് ആ മനുഷ്യനെ കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. പിന്നെ അതിൽ നമ്മുടെ ഒരു എന്താണ് ഡിസൈൻ ബൈ KHDC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. അതിന് കുഴപ്പമുണ്ടാവില്ല, അത് വെച്ചോളൂ, നിങ്ങളെ ഉണ്ടാക്കി തന്നെ. തീർച്ചയായിട്ടും അത് പല ആൾക്കാരും അതിന്റെ പ്രതിത്വം ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. അന്ന് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട്, സുരേഷ് ഗോപി, അതേപോലെ 24 ചാനൽ, അങ്ങനെ കുറേ ആൾക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇപ്പോഴും പലരും പറയുന്ന ഒരു ഡയലോഗാണ്, 24 ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വീട് നിങ്ങൾ ചാടിക്കരുത്, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ, നിങ്ങൾക്ക് പണി കിട്ടണം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ ഇവരെ ചില ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പൊട്ടക്കണത്തിലെ തവളയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ വീട് 24-ന്റെ വീടായത്, അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ വീടായത് നിങ്ങൾ പലർക്കും അറിയില്ല. സുധി മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ വർഷം ഓരോ വീടുണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ രേണുവിന് വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം ആ പരിപാടി ഇപ്പോൾ സ്റ്റോപ്പായി. അതോടുകൂടെ എല്ലാം നിന്ന്. പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് പബ്ലിക്കിൽ നിന്ന് പൈസ പിരിച്ചെടുത്ത നാട്ടുകാരെ പൈസ. ഇത് നാട്ടുകാരെ പൈസ ഒന്നുമല്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ നിന്ന് പിരിച്ചെടുത്ത് ഞങ്ങൾ എടുക്കുന്ന പൈസയാണ് ഇതിനകത്ത്. പിന്നെ ഇതിന്റെ അക്കൗണ്ട്സ് എന്ന് പറയാൻ 3 ആൾക്കാർ, ഈവൻ ഞാൻ പോലും അക്കൗണ്ട് ഹോൾഡർ അല്ല, 3 ആൾക്കാരാണ് ഇതിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഐ മീൻ 3 ആൾക്കാർ കൂടെ അക്കൗണ്ട് എടുക്കില്ലേ, ജോയിന്റ് അക്കൗണ്ട്, അങ്ങനെ എടുത്തിട്ടുള്ള അക്കൗണ്ടാണ് ഇതുള്ളത്. ഇതിലേക്ക് പൈസ ഈ പറയുന്ന ഞാൻ പോലും പൈസ അയക്കുക എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുക. ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ഞങ്ങൾ മെറ്റീരിയൽസിനും ലേബേഴ്സിനും കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി എന്താണ് അത് ഇതെന്ന് പറഞ്ഞ തേങ്ങ മാങ്ങാന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ ചുമ്മാ വെറുതെ ഒരു ആരോപണം മാത്രമാണ്. പിന്നെ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഞാൻ അഹങ്കാരം കൊണ്ട് പറയില്ല. എനിക്ക് നാട്ടുകാരെ പൈസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പൈസ കൊടുത്ത് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോലും വാങ്ങിക്കാത്ത വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം വരെ എനിക്ക് പൈസ കിട്ടിയിരുന്നാണ് ഒരു 40,000 50,000 രൂപ എനിക്ക് ചില മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചില മാസം 60,000 കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന്. ഈ പൈസക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പഴയ പോസ്റ്റുകൾ നോക്കിയാൽ ആർക്കെങ്കിലും ഇങ്ങനെ കുറച്ച് ഈ മാസം കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ, മരുന്ന് വാങ്ങിക്കാനോ മറ്റുള്ളതിന് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ആൾക്കാർ കോൺടാക്ട് ചെയ്യും, ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നാട്ടുകാരിൽ നിന്ന് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ പിച്ചച്ചട്ടിയിൽ എന്താ പറയുക കൈയിട്ട് വരുന്ന പോലെ വാങ്ങിയിട്ട് ജീവിക്കേണ്ട സെറ്റപ്പ് എനിക്കില്ല, നിലവിൽ എനിക്കില്ല. ഓക്കെ, ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ സൂയിസൈഡ് ചെയ്യും. അല്ല നാട്ടുകാരെ പറ്റി ജീവിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻറ്റൻഷനൊന്നും എനിക്കില്ല. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ക്ലിയർ ചെയ്യണം. അപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ടൈമിൽ ഇവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ സമയത്തിൽ പല ടോപ്പിക്കുകളും വരാറുണ്ട്. അതുപോലെ ബിഷപ്പിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്, അതുപോലെ ഫ്ലവേഴ്സിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസ്കഷൻ നടത്തുന്നില്ല. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും അതും എൻ്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തങ്കച്ചനെ അന്ന് ഞാനത് നാറിയെന്ന് എൻ്റെ ഒരു വീഡിയോ
വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അത് നാറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അത് ഇത്ര വലിയ തെറിയാണോ? എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളൊക്കെ പച്ചത്തെറികൾ ഇഷ്ടം പോലെ ഇല്ലേ. ഇതൊരു മാന്യമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയുന്ന ഒരു ബേർഡാണ് ഈ നാറി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വിളിച്ച് പറഞ്ഞു, നിങ്ങളെ വായിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. സോറി, ഞാനത് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ആൾക്കാരോട്, ഈ എന്നോട് ഇങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരോട് ഞാൻ സോറി പറയാം, അല്ലാതെ ഈ വിളിയേട്ട അദ്ദേഹത്തിനോടല്ല. അത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ രേണു ഈ എന്തോ ചാറ്റൊക്കെ പുറത്തു വിടുന്നു പറഞ്ഞാൽ അത് കാരണം പേടിച്ചിട്ടാണ് ഇപ്പോൾ സോറി പറയുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കും. അപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പല അർത്ഥങ്ങൾ കണ്ട്, പല മാനങ്ങൾ കണ്ട് അതിന് കഥ എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് ചിന്തിച്ച് കൂട്ടുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചാൽ സ്കൂളിന്റെ പടിവാതിൽ പോലും കാണാത്ത കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യം, സ്കൂളിന്റെ പടി ചവിട്ടാത്ത കുറേ ആൾക്കാർ മൊബൈലിൽ നെറ്റ് റീചാർജ് ചെയ്തത്. ഇവർക്ക് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഏതാണെന്ന് അറിയാതെ ചുമ്മാ വന്നിട്ട് അവരുടേതായ കുറേ കമന്റുകൾ എഴുതുക, അവരുടെ ഇമാജിനേഷനിൽ കുറേ കാര്യങ്ങൾ എഴുതുക. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല പൊന്നു മക്കളെ. നിങ്ങൾക്ക് വല്ല ആ മൊബൈൽ റീചാർജ് ചെയ്യണ പൈസ ഉണ്ടെങ്കിൽ അതിട്ട് ആ റോട്ടിൽ ഇറങ്ങിയിട്ട് വല്ല ആൾക്കാർക്ക് വല്ല ഒരു നേരത്തെ ചോറ് വാങ്ങിച്ചു കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്, അതിനകത്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ്. അല്ലാതെ വെറുതെ ഈ മൊബൈൽ റീചാർജ് ചെയ്ത് വല്ലവൻ്റെയും കമന്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വിടുക. ഇതൊക്കെ ഒഴിവാക്ക്. അപ്പോൾ പറഞ്ഞൊന്ന് രേണുവിൻ്റെ കാര്യമാണ്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. സൗഹൃദമായിട്ടുള്ള ചാറ്റുകൾ ഉണ്ടായിരുന്നു, അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അതും വീട് താമസത്തിന്റെ ഒരു 1-2 മാസം മുന്നേ അത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ അതുവരായിരുന്നു അവരായിട്ട് സംസാരിക്കേണ്ടതും, അല്ലെങ്കിൽ ആ വീടിന്റെ ഡിസ്കഷനിലായിട്ട് അതുവരായിട്ടുണ്ടായിരുന്നത്. അത് ആ വീടിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോൾ അത് അവിടെ ബ്രേക്കായി. അതിനുശേഷം രേണുവിന്റെ വീട്ടിൽ പോവുകയോ, രേണുവുമായിട്ട് സംസാരിക്കുകയോ, രേണുവുമായിട്ട് ചാറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ രേണുവിന്റെ മൊബൈൽ നമ്പർ പോലും എൻ്റെ മൊബൈലില്ല. അത് ആ വീട് താമസം കഴിയത്തിന്റെ ആ സമയത്ത് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവളുടെ അച്ഛന്റെ നമ്പർ ഉണ്ട് തോന്നുന്നു. അയാൾ അതെന്താ വെച്ചാൽ അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വീടിന്റെ അപ്രൂവലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ആ നമ്പർ വീണ്ടും സേവ് ചെയ്ത് വെച്ചു. ഇത് ആരാണെന്ന് അറിയാം. അപ്പോൾ ഇതാണ് രേണുസുധിയ പറഞ്ഞേക്കുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥ. എനിക്ക് ഫിറോസിക്കയുടെ അടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് രേണുസുധി കാരണം നിങ്ങൾക്ക് പല ആളുകൾക്കും സഹായം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് ബിഷപ്പ് ആണെങ്കിലും ഫിറോസിക്ക ആണെങ്കിലും. നിങ്ങൾക്ക് ഭയങ്കര മോശമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും രേണുസുധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ രേണുസുധി ഓരോ സാധനങ്ങൾ ആൾക്കാർക്കിടയിലോട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ആൾക്കാർ ഇവർ തമ്മിൽ വേറെ രീതിയിലുള്ള ചാറ്റ് കോളോ അങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് ആൾക്കാർ എന്തായാലും ഒരു സൈഡിൽ കൂടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കമന്റ് ബോക്സ് ഒക്കെ ഭയങ്കര ഫണ്ണിയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു അവിധക്കഥ കുത്തി കയറ്റിയല്ലേ രേണുസുധി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സൈഡിൽ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇത് കാര്യങ്ങളെ വളച്ചൊടിക്കപ്പെട്ടതാണെന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ രേണുസുധി അല്ലേടി കോൺട്രവേഴ്സി ഏതാണോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സാധനം ഡെലിവറി ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് നമ്മുടെ രേണുസുധിക്ക് അറിയാം. എന്താ സുഹൃത്തെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രേണുസുധി എനിക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത് കോമഡി എന്താണെന്നറിയോ? ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരു മഹത് വ്യക്തിയുണ്ട്. ഈ മഹത് വ്യക്തി രേണുസുധിനെ ഇനി ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും ഞാൻ രേണുസുധിനെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് പറയുന്ന കാരണം എന്താണെന്നറിയോ? ഹ്യൂമൻ എവല്യൂഷൻ വന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞ വലിയ പ്രഭാഷണം നടത്തുകയാണ്. എനിക്ക് കണ്ടിട്ട് ചിരി വന്നിട്ട് വയ്യ. ഓക്കെ, നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അത് റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. വൻ കോമഡിയാണ്. ഹ്യൂമൻ എവല്യൂഷൻ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് രേണുസുധിയുടെ കാര്യം കമ്പാരിസൺ നടത്തുന്നത്. ഈ ഹ്യൂമൻ എവല്യൂഷനൊക്കെ നടന്നിട്ട് ആൾക്കാർ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങിയെന്നും, അവിടെ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള മൂല്യങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ കൂടി ഈ പറഞ്ഞ വ്യക്തി ആലോചിക്കണ്ടേ? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലുണ്ടായിരിക്കും ആരായിരിക്കും ഈ രേണുസുധിക്ക് ജയ്, എന്ത് ചെയ്താലും രേണുസുധിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരാളാണ്. ഭയങ്കര രസമാണ് പുള്ളിയുടെ വീഡിയോ. ഇതാണ് ഇതിനകത്തുള്ള കാര്യം. എന്നിട്ട് ഒന്ന് ആലോചിക്കുക, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിയൊക്കെ ഏത് രീതിയിലാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്? ഇതൊക്കെ പബ്ലിക്കിൽ വന്നിട്ട് വെറും റീച്ചിന് വേണ്ടിയിട്ട് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയാണ് ഈ ഓരോ സാധനങ്ങൾ എടുത്തെടുത്ത് വിട്ടോണ്ടിരിക്കുക. എന്നിട്ട് ഇത് വിവാദ ലയമാണെന്ന് അത്രയ്ക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ദയവ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. അത്രേ പറയാനുള്ളൂ. ഒരാളുടെ അടുത്തും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നിങ്ങളൊരു എന്താ പറയുക ഇങ്ങനെ ആയി പോകണമെന്ന് ഒരിക്കലും പറയുന്നത് ഭയങ്കര മോശമാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു വിടുന്നുണ്ട് പറഞ്ഞു പോവാണ്ടേ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് സജീന വ്ളോഗ്സ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സജീന വ്ളോഗ്സ് പറഞ്ഞിരിക്കുന്ന കാര്യം കേൾക്കണം. ഇവർ തന്നെയാണ് പറഞ്ഞത് രേണുസുധി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ്, ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേൾക്കാം. വന്ന് അപമാനിക്കുന്നു എന്ന രീതിയിലാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചത്, അച്ഛൻ രേണുസുധി അച്ഛനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞ തെളിവുകളോ വീഡിയോയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എങ്ങനെ എൻ്റെ ഒരു ലൈവിൽ വന്ന് ഒരു 3 മാസത്തിന് മുന്നേ ബിഷപ്പാമ്പ് എന്ന് വിളിച്ചതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് അച്ഛൻ തന്നെയാണ് പറയുന്നത്. ഈ രേണു എന്ന് പറയുന്ന വ്യക്തി അവളുടെ ചുറ്റിനും എന്താ പറയുന്നത് വെട്ടം കാണുന്നതിന് ചുറ്റും പാറ്റകൾ ഇങ്ങനെ വട്ടം കറങ്ങുന്ന കണക്ക് ഇവിടെ പോകുന്ന എവിടെ ഉണ്ട്? അവിടെ ഒരു 19 ചാനലുകാരുണ്ട്. അവരുടെ കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ ഓരോ മറുപടി പറയുന്നത് അവളെ വായിന്ന് വീഴുന്ന പൊട്ടത്തരമാണ്. ഈ ബ്ലോഗർമാരെടുത്ത് കലക്കി അച്ഛൻ അങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇത് മറിച്ച് ചെയ്തെന്ന് പറഞ്ഞു മാത്രം വളർത്തിയെടുക്കുന്നത്.
അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ ആ ഒരു കേസ് കൊടുക്കാനും അച്ഛന് എന്താണ് ഒരു കേസ് കൊടുത്തതെന്ന് വെച്ചു. അപ്പോൾ അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അച്ഛൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യൻ്റെ ഫോണിലേക്ക് രേണുവിൻ്റെ ചേച്ചി കോൾ ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അച്ഛനെ ഞങ്ങളത് പറയുന്നു, അച്ഛൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ ബ്ലോഗർമാരിട്ട് അച്ഛനെ പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വൃത്തികെട്ട തമ്പനയിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ രേണുവിൻ്റെ ചേച്ചി ബിഷപ്പിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ടോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടോ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ എൻ്റെ മക്കളെ, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല, അങ്ങനെ ഒരു വൈഷമ്യം ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് നേരിട്ടല്ലേ പറയുന്നത്. തൊട്ടപ്പുറത്ത് കിടന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത് പകരം ഞാൻ വേറെ ആൾക്കാരുടെ അടുത്ത് എന്തിനാണ് പറയുന്നത്? എനിക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നേരിട്ട് ഒന്ന് പറയത്തില്ലേ എന്ന് അച്ഛൻ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ആ വോയിസ് അച്ഛൻ തന്നെ വിവിയുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വോയിസ് ആയിട്ട് അച്ഛൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, സത്യസന്ധമാണ്, അങ്ങനെ തന്നെയാണ് അച്ഛൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. വേറെ നെഗറ്റീവായിട്ട് അച്ഛനെ അല്ല, ഇതിനകത്ത് ഇവർ പറയുന്നുണ്ടല്ലോ, ഓൺലൈൻ മീഡിയാസ് അവിടെ വന്ന് അവർ ചോദിക്കുന്നത് എന്തെങ്കിലും പറയാതെ പിന്നീട് ബ്ലോഗേഴ്സ് എടുത്തൊക്കെ വിവാദമായി മാറുകയാണെന്ന് പറയുന്നുണ്ടല്ലോ. എടി ഇവർ തന്നെയല്ലേ അന്ന് വന്ന് പറഞ്ഞത്, രേണുസുതി ഇതൊക്കെ വന്ന് മീഡിയാസിന് മുന്നേ പറയുന്നത് രേണുസുതിക്ക് തന്നെ അറിയാം, നിങ്ങളുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്നതാണ്, ഇത് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് വിവാദമാവുമെന്ന് അറിയാം, അതിന് വേണ്ടിയിട്ടാണ് ഇവർ തന്നെയാണ് വന്ന് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ഇവർ വന്ന് മാറ്റി സംസാരിക്കുന്നത്. എന്നിട്ട് ഈ ബിഷപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ഓക്കെ, ഇത് അന്ന് ബിഷപ്പ് വന്ന് സംസാരിച്ചിരുന്നു. ഈ പറയുന്ന പോലെ ഒരാളുടെ അടുത്ത് ഇതുപോലെ ബിഷപ്പിന് അങ്ങോട്ട് പോയി വന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ വിവാദം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകതയില്ല. ബിഷപ്പ് എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും വന്ന് സംസാരിച്ചത്? ഇവർ ബിഷപ്പിനെ വലിച്ചിട്ടിട്ട് ബിഷപ്പാമ്പെന്ന് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവർ ഇട്ടില്ലേ. ഈ സജിന വ്ലോഗ്സ് നിങ്ങൾക്കൊക്കെ എന്തിന്റെ ആവശ്യകതയായിരുന്നു? അങ്ങനെ ഒരു സഹായം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ തന്നെ. അതുലേട്ടനെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ പറയില്ല, സഹായം തന്ന ഒരു വ്യക്തിയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ പിന്നീട് നിങ്ങൾ കാണിച്ചത് എന്തൊക്കെയായിരുന്നു അല്ലേ? ഞാനും പറഞ്ഞിട്ടില്ല. ഈ ബ്ലോഗർമാർക്കെതിരെ അച്ഛൻ പറഞ്ഞത്, ഞങ്ങളുടെ ഫേസ് ടു ഫേസ് പറഞ്ഞത് അത് തന്നെയാണ്. കുറെ ചാനലുകാരാണ് അച്ഛൻ ഇത്രമാത്രം മോശക്കാരാക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാൻ പറ്റും. അച്ഛനല്ല സംസാരിക്കുന്നത്, അച്ഛൻ സംസാരിക്കണമെന്ന് ആലോചിക്കാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ചില മീഡിയക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ രേണുവിനെ കുറിച്ച് പറയാമെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടാം, അച്ഛൻ അത് കത്തിക്കയറും, അച്ഛൻ റീച്ച് കിട്ടി നല്ലതാണെന്നൊക്കെ അച്ഛനോട് ചില ചാനലുകാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ ഒരു സംസാരമാണ് ഇവർ തമ്മിലുള്ള റെക്കോർഡ്, ആ കോൾ റെക്കോർഡിൽ അടങ്ങിയിരിക്കുന്ന സംഭവം. അച്ഛൻ വിവിക്ക് ഇട്ടുകൊടുത്ത വോയിസ് കറക്റ്റ് ആണ്, അത് തന്നെയാണ് അതിനകത്ത്. എന്നിട്ട് ഇത് വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു? അച്ഛൻ്റെ ഒരു വോയിസ് ഉണ്ട്, ഞങ്ങളിപ്പോൾ പുറത്ത് വിടും, അങ്ങനെയാണ് അച്ഛൻ്റെ തനിക്കോണം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തൊക്കെയായിരുന്നു വന്ന് പറഞ്ഞത്? അച്ഛൻ ഇപ്പോൾ കേസ് കൊടുത്തു, അല്ലെങ്കിൽ ബിഷപ്പ് കേസ് കൊടുത്തു പറഞ്ഞപ്പോൾ നേരെ ഇത് കളം മാറ്റിച്ച വിടാം, ഓക്കെ ഇതാണ് ക്ലാരിറ്റി എന്ന് നിങ്ങളിപ്പോൾ പിന്നീട് വന്ന് പറയുന്നു. ഇതന്ന് വന്ന് സംസാരിച്ചാൽ പോരായിരുന്നു? എന്തിനാണ് ആ മനുഷ്യനെ പിന്നെ ഈ ആൾക്കാർക്കിടയിലെ പിച്ച് ചെയ്യുന്നതിനെ കൊണ്ട് അന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ? പിന്നെ ഈ ചാനൽകാർ റീച്ചിന് വേണ്ടിയിട്ട് വന്നെന്ന് പറഞ്ഞില്ലേ? ശരിയാണ്, ഈ പറയുന്ന മെയിൻ സ്ട്രീം മണ്ണും അങ്ങനെയുള്ള പല ഇന്റർവ്യൂ ചാനൽസ് ഒക്കെ എന്തിനാണ് വരുന്നത്? അവർക്ക് റീച്ചിന് വേണ്ടിയാണ്. രേണുസുദിനെ വെച്ചിട്ട് ഇപ്പോൾ എന്തോരം കണ്ടന്റ് ആണ്. പഴയ വീഡിയോസ് പോലും ഇവർ വീണ്ടും റീഅപ്ലോഡ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ വിവാദങ്ങൾ വരുമ്പോൾ പണ്ട് പറഞ്ഞ വിഷയങ്ങൾ പുതിയ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ എന്നുള്ള രീതിയിലോട്ട് ആൾക്കാരിലോട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ബിഷപ്പിനെ വിളിച്ച് ഇവർ ഇതുപോലെ അവർക്ക് എന്തിനാണ് റീച്ച്? രേണുസുദിനെ പറ്റിയിട്ട് ബിഷപ്പ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റീച്ച് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ അത് മനസ്സിലാക്കിയ ബിഷപ്പ് അത് നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ആ രേണുസുദിയുടെ സഹോദരി അടുത്ത് ഒന്ന് സംസാരിക്കുന്നതാണ്. ആ മനുഷ്യന്റെ നല്ല മനസ്സുണ്ടല്ലേ അങ്ങനെ ഒന്ന് സംസാരിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ബിഷപ്പിന് അത്തരത്തിൽ അത് വെച്ച് റീച്ചോ പൈസയോ എന്തെങ്കിലും അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് അത് പറയേണ്ട ആവശ്യകതയില്ലല്ലോ. അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ വന്നിട്ട് ഇമ്മാതിരി വർത്താനം പറഞ്ഞ് നിന്നിട്ട് താണ്ട് രേണുസുതി ഈ പറയുന്ന ഫിറോസിക്കേനെ പോലും വലിച്ചിട്ടിട്ട് വേറൊരു രീതിയിലോട്ട് ആക്കാനെ കൊണ്ട് ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാടി. കൂടെ നിൽക്കുന്നവരെന്തിനാണ് ഈ സജിന വ്ലോഗ്സ് ഒക്കെ മൂപ്പിച്ചു വിടുന്നത്? എന്തിനാണ്? അവർക്കൊക്കെ ഈ ബിഗ് ബോസിലൊക്കെ എങ്ങനെയൊക്കെ കയറി പറ്റാൻ വേണ്ടിയിട്ടാണ് രേണുസുരൊപ്പം നിന്നുകൊണ്ട് ഈ ചേച്ചി ആൾക്കാരൊക്കെ നിന്നുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു നെവർ എൻഡിങ് ലൂപ്പായിട്ട് ഇനിയും തുടർന്നതായിരിക്കും സുഹൃത്തുക്കളെ. അടുത്ത ഇവരുടെ വിഷയം വരുമ്പോൾ നമുക്ക് അന്നേരം സംസാരിക്കാം. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.